Hello dear students, the next topic is complete graph. Complete graph means a simple graph. A simple graph means which consists of no parallel edges and self loop. A simple graph in which there exists an edge between every pair of vertices is called a complete graph. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗിവൺ ഗ്രാഫിൽ ഏത് പെയർ ഓഫ് വേർട്ടസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനിടയ്ക്ക് ഒരു എഡ്ജ് കാണും. അല്ലെങ്കിൽ ഒരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിലെ ഓരോ വേർട്ടെക്സിനും റിമൈനിങ് എല്ലാ വേർട്ടസസുമായിട്ടും ഒരു എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗ്രാഫ് ഓർ ക്ലിക്ക്. ഫോർ എക്സാമ്പിൾ, here it is a graph which consists of 3 vertices 1, 2 and 3. അപ്പോൾ ഇവിടെ 3 വേർട്ടസസ് ഉണ്ട്. ഫസ്റ്റ് വേർട്ടക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. 1ന് റിമൈനിങ് വേർട്ടക്സ് 2 ആയിട്ടും എഡ്ജുണ്ട് 3 ആയിട്ടും എഡ്ജുണ്ട്. സെക്കൻഡ് വേർട്ടക്സ് എന്ന് പറയുന്നത് 2 ആണ്. 2ന് റിമൈനിങ് വേർട്ടസസ് 1 ആയിട്ടും എഡ്ജുണ്ട് 3 ആയിട്ടും എഡ്ജുണ്ട്. ദെൻ തേർഡ് വേർട്ടക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3ക്ക് റിമൈനിങ് വേർട്ടസസ് 1 ആയിട്ടും 2 ആയിട്ടും എഡ്ജുണ്ട്. നെക്സ്റ്റ്, this is a graph which consisting of 4 vertices 1, 2, 3 and 4. Here 1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ആയിട്ട് എഡ്ജുണ്ട്, 4 ആയിട്ട് എഡ്ജുണ്ട്, 3 ആയിട്ട് എഡ്ജുണ്ട്. ദെൻ 2 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ആയിട്ട് എഡ്ജുണ്ട്, 4 ആയിട്ട് എഡ്ജുണ്ട്, 3 ആയിട്ട് എഡ്ജുണ്ട്. 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 4 ആയിട്ട് എഡ്ജുണ്ട്. So it is also a complete graph. So complete graph means there existing an edge between every pair of vertices. Okay, since every vertex is joined with every other vertex through one edge, the degree of every vertex is n minus 1 in a complete graph G of n vertices. അപ്പോൾ ഒരു വേർട്ടെക്സിന് റിമൈനിങ് എല്ലാ വേർട്ടിസസുമായിട്ടും എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് n വേർട്ടിസസ് ആയിരിക്കും. ആ n വേർട്ടിസസിൽ ഒരാൾക്ക് ഫസ്റ്റ് വേർട്ടെക്സിന് റിമൈനിങ് n-1 വേർട്ടിസസുമായിട്ടും എന്ത് വരുന്നുണ്ട്, എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി എത്രയായിരിക്കും? ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അപ്പം കംപ്ലീറ്റ് ഗ്രാഫിലെ ഓരോ വേർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റിമൈനിങ് എല്ലാ വേർട്ടിസസ് എന്നുള്ള എഡ്ജ് വന്ന് അവിടെ ഇൻസിഡൻറ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ റിമൈനിങ് ഉള്ള വേർട്ടിസസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? n-1. സോ n-1 ആയിരിക്കും അതിൻ്റെ ഡിഗ്രി. മനസ്സിലായോ? ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ ഒരു വേർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിമൈനിങ് എല്ലാ വേർട്ടിസസ് എന്നുള്ള എഡ്ജ് വന്ന് അവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിമൈനിങ് വേർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 വേർട്ടിസസ് ആയിരിക്കും. അപ്പോൾ n-1 എന്ന് വരുന്ന എഡ്ജസ് അവിടെ ഒന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആയിരിക്കും. സോ ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ദ ഡിഗ്രി ഓഫ് എവറി വേർട്ടെക്സ് വിൽ ബി n-1. അപ്പോൾ ടോട്ടൽ ഡിഗ്രി എന്തായിരിക്കും? ടോട്ടൽ n വേർട്ടിസസ് ഉണ്ട്. അതിൽ ഓരോ വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആണ്. സോ ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ ഡിഗ്രി വിൽ ബി n ഇൻറ്റു n-1. ഒരാളുടെ ഡിഗ്രി n-1, n വേർട്ടിസസ് ഉണ്ട്. സോ ടോട്ടൽ ഡിഗ്രി ഈസ് n ഇൻറ്റു n-1. ദെൻ we know that the total degree of a complete graph will be n into n-1. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. the total degree will be equal to twice in the number of edges. So n into n-1 equal to 2e. So e equal to n into n-1 by 2. Okay, so the total number of edges in G will be, total number of edges in G will be n into n-1 by 2. ഓക്കെ, n into n-1 by 2. വേറെ രീതി പറയുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ n വേർട്ടിസസ് ഉണ്ട്. ആ ഓരോ വേർട്ടിസസും റിമൈനിങ് n-1 വേർട്ടിസസുമായിട്ട് എഡ്ജ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ടോട്ടൽ എഡ്ജസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് n ഇൻറ്റു n-1 എടുക്കും. അതിൽ ഓരോ എഡ്ജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ രണ്ട് സൈഡിലുള്ള വേർട്ടിസസിൻ്റെ കേസിലും ഡിഗ്രി കൺസിഡർ ചെയ്യുന്നുണ്ട്, എഡ്ജ് കൺസിഡർ ചെയ്യുന്നുണ്ട്. Then the complete graph G of n vertices is denoted as Kn. If a
if the number of vertices in a complete graph is n and the complete graph is denoted as kn. For example, 3 vertices ഉള്ള complete graph ആണെങ്കിൽ അതിന് k3 എന്ന് പറയും. 5 vertices ഉള്ള complete graph ആണെങ്കിൽ അതിന് k5 എന്ന് പറയും. complete graphനെ നമ്മൾ denote ചെയ്യുന്ന ലെറ്റർ k ആണ്. So these are the examples of complete graph with 2 vertices, 3 vertices, 4 vertices and 5 vertices, and it is denoted as k2, this is k3, this is k4 and this is k5. Okay. Next, there is a theorem. Show that a complete graph Kn is Eulerian only when n is odd. Show that a complete graph Kn is Eulerian, that is an Euler graph, only when n is odd. അതായത് നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഡ് ആണെങ്കിൽ മാത്രമേ ആ കംപ്ലീറ്റ് ഗ്രാഫിനെ നമുക്ക് ഊളർ ഗ്രാഫ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു തിയറമുണ്ട്. തിയറം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അതായത് ഇൻ എ ഊളർ ഗ്രാഫ് ഓൾ വേർട്ടിസസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. ഊളർ ഗ്രാഫിൽ എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഈവൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു ഒരു തിയറം വഴി. ഓക്കെ ഇനി ഈ തിയറം നോക്കിക്കേ. ഹിയർ kn ഹാസ് n-1 ഡിഗ്രി ഫോർ ഈച്ച് വെർട്ടെക്സ്. നമ്മളൊരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഓരോ വെർട്ടെക്സും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞു നമ്മളിപ്പം ഈവൻ ആണ് എടുക്കുന്നതെങ്കിൽ ഓഡ് ആയിരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്പർ ഓഫ് വേർട്ടിസസ് ഈവൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ n=6 ആണെങ്കിൽ വേർട്ടിസസിന് ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആയിരിക്കും. അതെന്തായിരിക്കും? 5 ആയിരിക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേർട്ടിസസ് ഈവൻ ആണെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത്, ഓരോ വേർട്ടക്സിന് ഡിഗ്രി എന്ന് പറയുന്നത് 5 ആയിരിക്കും. ദാറ്റ് ഈസ് എൻ ഓഡ് വാല്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഊളർ ഗ്രാഫ് ആണെങ്കിൽ എല്ലാ വേർട്ടിസസിൻ്റെയും വാല്യൂ എന്തായിരിക്കണം? ഈവൻ വാല്യൂ ആയിരിക്കും. എല്ലാ വേർട്ടിസസിൻ്റെയും ഒരു ഗ്രാഫ് ഊളർ ഗ്രാഫ് ആവണമെങ്കിൽ എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഈവൻ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ ഈവൻ നമ്പർ ഓഫ് വേർട്ടിസസ് ആണെങ്കിൽ ആ ഓരോ വേർട്ടക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഓഡായിരിക്കും. അപ്പോൾ അത് ഊളർ ഗ്രാഫ് ആവത്തില്ല. ഇനി ഒരു കംപ്ലീറ്റ് ഗ്രാഫിലെ നമ്പർ ഓഫ് വേർട്ടിസസ് ഓഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ n=5, ദെൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n-1 4 ആയിരിക്കും. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഈവൻ വാല്യൂ ആയിരിക്കും. അതായത് എല്ലാ വേർട്ടിസസിനും ഡിഗ്രി n-1 ആണ്, ഈവൻ വാല്യൂ ആവും. അപ്പോൾ അതൊരു ഊളർ ഗ്രാഫ് ആവും. സോ എന്നിൻ്റെ വാല്യൂ ഓഡ് ആവുന്ന കേസിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഊളർ ഗ്രാഫ് ആവൂ. റീസൺ, നമ്പർ ഓഫ് വേർട്ടിസസ് ദാറ്റ് ഈസ് n ഓഡ് ആണെങ്കിൽ ഓരോ വേർട്ടക്സിന് ഡിഗ്രി n-1 എന്ന് പറഞ്ഞ് ഒരു ഈവൻ വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ വേർട്ടിസസിനും ഡിഗ്രി ഈവൻ വാല്യൂ ആയിരിക്കും. എങ്കിൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് ഗ്രാഫും ആവത്തുള്ളൂ. ഓക്കെ, സോ kn has n-1 degree for each vertex. If n is even, the degree n-1 is odd, then there does not exist any Euler line in Kn as the degree of each vertex is odd. But if n is odd, n-1 is even, then there exists an Euler line in Kn as the degree of each vertex is even. എല്ലാ വേർട്ടിസസിൻ്റെ ഡിഗ്രി ഈവൻ ആണെങ്കിൽ അതൊരു ഊളർ ഗ്രാഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഒരു ഊളർ ലൈൻ കാണും. ദെൻ kn ഈസ് എൻ ഊളർ ഗ്രാഫ് ആൻഡ് kn ഈസ് Eulerian only if n ഈസ് ഓഡ്. നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ടേമാണ് മിനിമം ഡിഗ്രി ആൻഡ് മാക്സിമം ഡിഗ്രി. ഓക്കെ, മിനിമം ഡിഗ്രി ഈസ് ഡിനോട്ടഡ് ആസ് this delta of g and the maximum degree is denoted as this delta of g. Okay, in the given graph v3 യുടെ ഡിഗ്രി 1 2 3 4 v1 ഡിഗ്രി 4, v4 ഡിഗ്രിയും 4, v5 ഡിഗ്രി 1, v3 ഡിഗ്രി 3, v2 ഡിഗ്രി 4. So here maximum degree is 4, that is delta g is 4, and minimum degree is 1, that is this delta g equal to 1. This is about minimum degree and maximum degree. Then next is a weighted graph. Weighted graph means നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ
ഓരോ എഡ്ജിൻ്റെ കൂടെയും ഒരു അസോസിയേറ്റഡ് പോസിറ്റീവ് റിയൽ വാല്യൂവും കൂടെ അസൈൻ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 4 vertices v1, v2, v3 and v4, 4 edges 1, 2, 3 and 4, e1, e2, e3 and e4. ഇനി ഓരോ എഡ്ജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് വാല്യൂവും കൂടെ കൊടുക്കുകയാണെങ്കിൽ 1, 10, 5, 6 ഏതെങ്കിലും പോസിറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ആ വെയ്റ്റിനെ നമ്മൾ എഴുതുന്നത് ഇപ്പം W ഓഫ് E4 എന്ന് പറഞ്ഞായിരിക്കും. ദാറ്റ് മീൻസ് 6. ദാറ്റ് ഈസ് W ഓഫ് EI എന്ന് പറഞ്ഞായിരിക്കും ഒരു എഡ്ജിൻ്റെ വെയ്റ്റിനെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ടു പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്തൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ ട്രാവലിംഗ് പാത്തിലെ ആ കോസ്റ്റോ, ഇത്ര കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽ വെയിറ്റ് അസൈൻ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു വെയ്റ്റഡ് ഗ്രാഫ് യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ പഠിച്ചത് വെയ്റ്റഡ് ഗ്രാഫ് എന്താണ്, മിനിമം ഡിഗ്രി ആൻഡ് മാക്സിമം ഡിഗ്രി എന്താണ്. ആദ്യം നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ് ഗ്രാഫിനെ പറ്റിയാണ്. കംപ്ലീറ്റ് ഗ്രാഫ് മീൻസ് ഒരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിലെ എല്ലാ പെയർ ഓഫ് വേർട്ടീസസിന് ഏത് 2 വേർട്ടീസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനിടയ്ക്കൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, കംപ്ലീറ്റ് ഗ്രാഫിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n×n-1/2 ആണ്. ഓരോ വേർട്ടക്സിന് ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ദെൻ കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് kn എന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.